വാൻറ്റേജിലേക്ക് സ്വാഗതം. എങ്ങനെ വാൻറ്റേജിൽ ഒരു ലൈവ് ട്രേഡിംഗ് അക്കൗണ്ട് തുടങ്ങാം? നിങ്ങൾക്ക് ലഭിച്ച ആദ്യ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഡീറ്റെയിൽസ് കൃത്യമായി കൊടുക്കുക. കൺട്രി, സ്റ്റേറ്റ്, ഇമെയിൽ, പാസ്വേഡ് എന്നിവ കൊടുത്തതിനു ശേഷം സെൻഡ് OTP ക്ലിക്ക് ചെയ്യുക. ഇമെയിലിൽ ലഭിച്ച OTP ടൈപ്പ് ചെയ്യുക. താഴെയുള്ള ടിക്ക് ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് അക്കൗണ്ട് സെലക്ട് ചെയ്യുക. നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ, കൺട്രി, നാഷണാലിറ്റി ടൈപ്പ് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. സെലക്ട് മെത്തഡ് ട്രേഡർ 5, ക്ലിക്ക് സ്റ്റാൻഡേർഡ്, ക്ലിക്ക് USD ശേഷം സെലക്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ്, ക്ലിക്ക് നെക്സ്റ്റ്. ക്ലിക്ക് ID വെരിഫിക്കേഷൻ, ടിക്ക് ഡേറ്റ ആൻഡ് പ്രൈവസി, ക്ലിക്ക് കണ്ടിന്യൂ. സെലക്ട് കൺട്രി, ഡോക്യുമെന്റ് ടൈപ്പ് ആധാർ കാർഡ്, കണ്ടിന്യൂ. ആധാറിന്റെ ഫ്രണ്ട് സൈഡ് ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഫയൽ സൈസ് ആവശ്യമായതുകൊണ്ട് നല്ല ക്ലിയർ ആയി എടുത്ത ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. ക്ലിക്ക് കണ്ടിന്യൂ. മുകളിൽ കാണുന്ന ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മൂന്നാമത്തെ അഡ്രസ് വെരിഫിക്കേഷൻ, വെരിഫൈ ക്ലിക്ക് ചെയ്യുക. നാഷണാലിറ്റി, കൺട്രി, സിറ്റി, പ്രധാന സിറ്റി തന്നെ കൊടുക്കുക. എക്സാമ്പിൾ ട്രിവാൻഡ്രം, എറണാകുളം, കോഴിക്കോട്. പ്രൂഫിൽ കൊടുത്തിട്ടുള്ള അഡ്രസ് അതുപോലെ കൊടുക്കുക. ആധാറിന്റെ ബാക്ക് സൈഡ് അപ്ലോഡ് ചെയ്യുക. ക്ലോസ് ചെയ്യുക. ഇടതുവശത്ത് കാണുന്ന റൗണ്ട് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് പ്രൊഫൈൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ലെവൽ 1, ലെവൽ 2 എന്നിവ കംപ്ലീറ്റഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഹോം സ്ക്രീനിൽ വരിക. ടോപ്പ് ലെഫ്റ്റ് സൈഡ് റൗണ്ട് ക്ലിക്ക് ചെയ്യുക. താഴെ സെലക്ട് അക്കൗണ്ട്, മുകളിൽ ഓപ്പൺ അക്കൗണ്ട് സെലക്ട് ചെയ്യുക. ട്രേഡിംഗ് പ്ലാറ്റ്ഫോം മെത്തഡ് ട്രേഡർ 4 സെലക്ട് ചെയ്യുക. കണ്ടിന്യൂ വിത്ത് മെത്തഡ് ട്രേഡർ 4 ക്ലിക്ക് ചെയ്യുക. സെലക്ട് PAMM, ക്ലിക്ക് USD, ടൈപ്പ് EU3, ടിക്ക്, ക്ലിക്ക് സബ്മിറ്റ്. വീണ്ടും അക്കൗണ്ടിൽ പോയാൽ അക്കൗണ്ട് വെരിഫൈഡ് ആണോ എന്ന് നോക്കാൻ സാധിക്കും. വെരിഫൈഡ് ആകുമ്പോൾ മെയിലിൽ യൂസർ ID, പാസ്വേഡ്സ് ലഭിക്കും. വെരിഫൈഡ് ആയി കഴിഞ്ഞിട്ട് MT4 ഡെപ്പോസിറ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്മൾക്ക് ബാങ്ക് ട്രാൻസ്ഫർ, UPI, ക്രിപ്റ്റോ കറൻസി ഉൾപ്പെടെ ഡെപ്പോസിറ്റ് ഓപ്ഷൻ അവൈലബിൾ ആണ്. ക്രിപ്റ്റോ കറൻസിയാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ അഥിയറം, ബിറ്റ്കോയിൻ, USDT ഓപ്ഷൻസ് ഉണ്ട്. USDT BEP20 സെലക്ട് ചെയ്യുക. സെലക്ട് അക്കൗണ്ട് നമ്പർ, പാം അമൗണ്ട് ടൈപ്പ് ചെയ്യുക. കണ്ടിന്യൂ. ആസറ്റ് ട്രാൻസ്ഫർ ചെയ്യുക. ട്രാൻസ്ഫർ ചെയ്ത അസറ്റ് അവിടെ എത്തിക്കഴിഞ്ഞു. ഇൻവെസ്റ്റർ രജിസ്ട്രേഷൻ ലിങ്ക് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ആകുന്ന പേജിൽ സെർവർ നമുക്ക് ഏതാണോ കിട്ടിയിട്ടുള്ളത് അത് സെലക്ട് ചെയ്യുക. അത് വിന്റേജ് ഇന്റർനാഷണൽ ലൈവ് 11 ആകാം, 5 ആകാം, 7 ആകാം. അതിനുശേഷം പാം അക്കൗണ്ടിന്റെ യൂസർ നെയിം, പാസ്വേഡ് ടൈപ്പ് ചെയ്യുക. താഴത്തെ കോളത്തിൽ എത്രയാണോ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത് ടൈപ്പ് ചെയ്യുക. ടേംസ് അഗ്രി ചെയ്ത് ഇൻവെസ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പാസ്വേഡ് സേവ് ചെയ്ത് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓപ്പൺ ആയി വരുന്ന പേജിൽ റിക്വസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത തുക കാണാൻ സാധിക്കും. നിലവിൽ അത് പെൻഡിംഗ് സ്റ്റാറ്റസിലായിരിക്കും. അപ്രൂവ് ആയതിനു ശേഷം നിങ്ങളുടെ തുക ട്രേഡിംഗിനായി ഉപയോഗിക്കുന്നു. ഹിസ്റ്ററിയിൽ ട്രാൻസാക്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ട്രേഡ് ചെയ്ത ഹിസ്റ്ററി കാണാൻ സാധിക്കുന്നതാണ്. വീണ്ടും ലിങ്ക് എടുക്കുക. $1,000,000 ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അവിടെ MT4 അക്കൗണ്ട് നമ്പർ കൊടുക്കുക. പേര് ടൈപ്പ് ചെയ്യുക. കൺട്രി സെലക്ട് ചെയ്യുക. രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. $1,000,000 യൂസർ ID, പാസ്വേഡ് ലഭിക്കും. വീണ്ടും ലോഗിൻ ചെയ്യുക. റൈറ്റ് ടോപ്പ് 3 ലൈൻ ക്ലിക്ക് ചെയ്യുക. പ്രൊഫൈൽ എടുക്കുക. ക്ലിക്ക് ഇമെയിൽ വെരിഫിക്കേഷൻ. താഴെ ഇമെയിൽ ID കൊടുക്കുക. സെൻഡ് OTP, മെയിലിൽ നിന്നും OTP ടൈപ്പ് ചെയ്യുക. വെരിഫൈ ചെയ്യുക. വീണ്ടും അവിടെ മൈ പ്രൊഫൈൽ, എഡിറ്റ് പ്രൊഫൈൽ കൊടുക്കുക. താഴെ പേര് കൊടുക്കുക. സെൻഡ് OTP, മെയിലിൽ നിന്നും OTP ടൈപ്പ് ചെയ്യുക. വെരിഫൈ ചെയ്യുക. വീണ്ടും അവിടെ കംപ്ലീറ്റ് KYC, നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. ആധാർ നമ്പർ കൊടുക്കുക. ആധാറിന്റെ ഫ്രണ്ട്, ബാക്ക് പേജ് അപ്ലോഡ് ചെയ്യുക. സബ്മിറ്റ്. നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേഷൻ പൂർത്തിയായി. വാൻറ്റേജ് ID ലോഗിൻ ചെയ്ത് ഇടതുവശത്ത് കാണുന്ന റൗണ്ട് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് പ്രൊഫൈൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്നിവ കംപ്ലീറ്റഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. റീസബ്മിറ്റ് ഓപ്ഷൻ കാണിക്കുകയാണെങ്കിൽ ID പ്രൂഫ് റീസബ്മിറ്റ് ചെയ്യുക. കൂടാതെ മുകളിൽ ഇടതുവശത്ത് കാണുന്ന റൗണ്ട് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് അതിൽ നിന്നും മൈ ടിക്കറ്റ് സെലക്ട് ചെയ്ത് ക്രിയേറ്റ് ന്യൂ ടിക്കറ്റ്സ് ക്ലിക്ക് ചെയ്ത് സബ്ജക്ട് KYC വെരിഫിക്കേഷൻ എന്നും
അറ്റാച്ച്മെന്റിൽ ക്ലാരിറ്റിയുള്ള 2 വ്യത്യസ്ത ID പ്രൂഫുകൾ അപ്ലോഡ് ചെയ്ത് ക്രിയേറ്റ് എ ന്യൂ ടിക്കറ്റ് ക്ലിക്ക് ചെയ്യുക. ഈ 3 സ്റ്റെപ്പും വെരിഫൈഡ് ആയതിനു ശേഷം ബില്യൺ ബക്സ് ലോഗിൻ ചെയ്ത് ഹോം പേജിൽ KYC അപ്രൂവ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഈ 2 കാര്യങ്ങളും പൂർണ്ണമായി കഴിഞ്ഞാൽ വാണ്ടേജിൽ നിങ്ങളുടെ ID പൂർണ്ണമായും വെരിഫൈഡ് ആയി കഴിഞ്ഞു. പാം അക്കൗണ്ടിലെ തുക നിങ്ങൾക്ക് വിത്ഡ്രോ ചെയ്യണമെങ്കിൽ നിർബന്ധമായും ഗൂഗിൾ ഓതന്റിക്കേഷൻ സെറ്റ് ചെയ്യേണ്ടതാണ്. അതിനായി വാണ്ടേജ് ID ഓപ്പൺ ചെയ്തു ഇടതുവശത്ത് മുകളിൽ കാണുന്ന റൗണ്ട് ഐക്കണിൽ ക്ലിക്ക് ചെയ്തു പ്രൊഫൈൽ സെലക്ട് ചെയ്യുക. അപ്പോൾ കാണുന്ന പേജിൽ സെക്യൂരിറ്റി മാനേജ്മെന്റ് സെലക്ട് ചെയ്തു ഗൂഗിൾ ഓതന്റിക്കേറ്റ് ആപ്പ് എനേബിൾ ചെയ്യുക. അടുത്തതായി വരുന്ന പേജിൽ സെൻഡ് കോഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ രജിസ്റ്റേർഡ് മെയിൽ IDയിൽ ഒരു OTP വരികയും ആ OTP ഇവിടെ എൻ്റർ ചെയ്ത് കൺഫേം ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. അടുത്ത സ്ക്രീനിൽ കാണുന്നത് ഒരു QR കോഡാണ്. QR കോഡ് സ്ക്രീൻഷോട്ട് എടുത്ത് അത് മറ്റൊരു ഫോണിലേക്ക് അയക്കുക. ഗൂഗിൾ ഓതന്റിക്കേറ്റ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അതിൽ കാണുന്ന പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ QR കോഡ് എന്ന ഓപ്ഷൻ വരികയും അതിൽ ക്ലിക്ക് ചെയ്ത് മുൻപ് എടുത്തു വെച്ച QR കോഡ് സ്കാൻ ചെയ്യുക. അതിനുശേഷം അവിടെ ലഭിക്കുന്ന OTP കോപ്പി ചെയ്ത ശേഷം വാണ്ടേജ് പേജിൽ തിരിച്ചു വരികയും എൻ്റർ വെരിഫിക്കേഷൻ കോഡ് എന്ന സ്ഥലത്ത് ലഭിച്ച 6 ഡിജിറ്റ് നമ്പർ ടൈപ്പ് ചെയ്യുകയും ചെയ്യുക. അതിനുശേഷം കൺഫർമേഷൻ ടിക്ക് ചെയ്ത് കൺഫേം കൊടുക്കുക. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത തുകയും അതിന് ലഭിച്ച പ്രോഫിറ്റും എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളതാണ് വിശദീകരിക്കുന്നത്. നിങ്ങളുടെ പാം അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അടുത്തതായി വരുന്ന പേജിൽ ബില്യൺ ബക്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത തുകയും അതിന് ലഭിച്ച പ്രോഫിറ്റും കാണാൻ സാധിക്കും. അവയിൽ നെറ്റ് ഡെപ്പോസിറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മൊത്തം ഡെപ്പോസിറ്റും വിഡ്രോവലും കാണാൻ സാധിക്കുന്നു. നെറ്റ് പ്രോഫിറ്റ് ഓപ്ഷനിൽ നിലവിലുള്ള പ്രോഫിറ്റ് ബാലൻസ് കാണിക്കുന്നു. കൂടുതൽ വിശദമായി കാണാനായി മുകളിൽ കാണുന്ന 3 വരിയിൽ ക്ലിക്ക് ചെയ്ത് ഹിസ്റ്ററി ഓപ്ഷനിൽ ട്രാൻസാക്ഷൻസ് തിരഞ്ഞെടുക്കുക. അതിൽ ഓരോ ദിവസം ഏത് സമയത്ത് എത്ര പ്രോഫിറ്റ് ലഭിച്ചു എന്നുള്ള വിശദ വിവരങ്ങൾ കാണാൻ സാധിക്കുന്നു. അതിൽ റിക്വസ്റ്റ് ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ നിങ്ങൾ ആദ്യം മുതൽ ഇതുവരെ ഇൻവെസ്റ്റ് ചെയ്ത ടോട്ടൽ തുകയെ കാണാൻ സാധിക്കുന്നു. മുകളിൽ കാണുന്ന 3 വരിയിൽ ക്ലിക്ക് ചെയ്ത് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ ആ കാണുന്ന പേജിലെ ബില്യൺ ബക്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡെപ്പോസിറ്റ് ഓപ്ഷൻ കാണാൻ സാധിക്കുന്നു. അതിലൂടെ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനും വിത്ഡ്രോ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ അക്കൗണ്ടിലെ തുകയെ വിഡ്രോ ചെയ്യാനും സാധിക്കുന്നു. ഡെപ്പോസിറ്റ് മിനിമം $100 വിത്ഡ്രോ മിനിമം $20 പാം അക്കൗണ്ടിന്റെ പാസ്വേഡ് റീസെറ്റ് ചെയ്യുന്ന രീതി എങ്ങനെയെന്ന് നോക്കാം. താഴെ രണ്ടാമതായി കാണുന്ന അക്കൗണ്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഏത് അക്കൗണ്ടിന്റെ പാസ്വേഡ് ആണോ ചേഞ്ച് ചെയ്യേണ്ടത് അതിന്റെ സെറ്റിംഗ്സ് എടുത്ത് ചേഞ്ച് പാസ്വേഡ് സെലക്ട് ചെയ്യുക. അടുത്ത് വരുന്ന പേജിൽ ഫോർഗോട്ട് പാസ്വേഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ രജിസ്റ്റേർഡ് മെയിൽ IDയിൽ പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള ലിങ്ക് വന്നിട്ടുണ്ടാകും. അത് ഓപ്പൺ ചെയ്ത് ലഭിച്ചിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് പാസ്വേഡ് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. പാസ്വേഡ് എൻ്റർ ചെയ്യുന്നതിന് പറയുന്ന നിബന്ധനകൾ കൃത്യമായും പാലിക്കുക. പുതിയ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് സെലക്ട് ചെയ്യുക. പാം അക്കൗണ്ട് ഒന്നുകൂടി ലോഗിൻ ചെയ്യുമ്പോൾ പുതിയ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്യുക. ബില്യൺ ബക്സ് IDയിൽ എങ്ങനെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാം എന്നുള്ള രീതിയാണ് ഇനി കാണിക്കുന്നത്. നിലവിലുള്ള പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്യുക. അതിനുശേഷം സ്ക്രീനിൽ വലതുവശത്ത് കാണുന്ന 3 വരിയിൽ ക്ലിക്ക് ചെയ്തു പ്രൊഫൈൽ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അവയിൽ കാണുന്നതിൽ ചേഞ്ച് പാസ്വേഡ് ക്ലിക്ക് ചെയ്യുക. നിലവിലുള്ള പാസ്വേഡ് ടൈപ്പ് ചെയ്യുകയും പുതിയ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് ചേഞ്ച് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു. വെൽക്കം ടു വാണ്ടേജ് ഫാമിലി.